സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസും വേഗത്തിലാക്കുകയാണ്. ഈ മാസം 23-ന് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. സാധ്യതാ പട്ടിക ഉടൻ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയേക്കും. സിറ്റിംഗ് സീറ്റുകളെയും മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന സീറ്റുകളെയും പട്ടികയാണ് ആദ്യം കൈമാറുക. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി ചർച്ചകൾ. റോഷിപ്പാലാണ് ചേരുന്നത്. റോഷിപ്പാൽ, ഇപ്പോഴത്തെ നമ്മൾ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അവർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MLA എല്ലാവരും മത്സരിക്കും ഈ ഘട്ടത്തിൽ. പാലക്കാടും ഇവിടെ തൃപ്പൂണിത്തുറയിൽ K ബാബുവും ഒഴികെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലുള്ളവർ തുടരാൻ തന്നെയാണ് സാധ്യത അല്ലേ? ഒപ്പം മുതിർന്ന നേതാക്കൾ ഈ സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലുള്ളവർ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുമോ? അതൊക്കെ തന്നെയും ആകാംക്ഷയായി തുടരുകയാണ്. അവിനിത, ഇത്തവണ വിജയസാധ്യത മുൻനിർത്തിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നതും. സീറ്റ് വിഭജന ചർച്ച ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിന് ഉറപ്പായിട്ടുള്ള ചില മണ്ഡലങ്ങളുണ്ട്, തർക്കങ്ങളില്ലാത്ത മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നേരത്തെ തന്നെ സാധ്യതാ പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമമാണ്. 22-ന് ദില്ലിയിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് പരിഗണിക്കാൻ ആദ്യ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ഉടൻ തന്നെ തയ്യാറാക്കി സമർപ്പിക്കാനുള്ള തീരുമാനമാണ് അത് കോർ കമ്മിറ്റിയിലെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ VD സതീശൻ, ഒപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള MMS ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിയാലോചനകൾ തുടരുന്നത്. സിറ്റിംഗ് സീറ്റുകൾ അത് തൃപ്പൂണിത്തുറയും ഒപ്പം പാലക്കാടും ഒഴിവാക്കും. മറ്റ് ചില സീറ്റുകളും പ്രഖ്യാപിക്കും. അതിൽ മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് സാധ്യത. അതിൻ്റെ സാധ്യതാ പട്ടികയാണ് കൈമാറുക. പിന്നീട് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അതിൽ ഒറ്റപ്പേരിലേക്ക് എത്തി അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൈമാറുകയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകുകയും ചെയ്യും. 23-ന് ഒരുപക്ഷെ ആദ്യ പട്ടിക പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, റോഷിപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത്.